അടുത്തത് ശ്രീ പി മമ്മിക്കുട്ടി 6 മിനിറ്റ്. പി മമ്മിക്കുട്ടി അല്ല നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കണം. മിനിസ്റ്റർ, രേഖയല്ല പറഞ്ഞത്. ഇതിന് ബ്രിട്ടീഷ് ഹോം കൗൺസിൽ മെമ്പറായ സർ റെജിനോൾഡ് മാക്സ്വെലിന് സഖാവ് CP ജോഷി എഴുതിയ ഇന്ത്യൻ ചരിത്രത്തിന്റെ രേഖയായ വസ്തുതയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. അതിന് ഇല്ലാത്ത രേഖയല്ല, ഉള്ള രേഖയാണ്. അതിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. അല്ല, മിനിസ്റ്റർ പറയട്ടെ. ഇരിക്കെ. അല്ല, സമയത്തിന്റെ കൃത്യത നമ്മൾ പാലിച്ചേ മതിയാകൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു. ഇനി ശ്രീ പി മമ്മിക്കുട്ടി 6 മിനിറ്റ്. അല്ല, അദ്ദേഹത്തിന് 5 മിനിറ്റ് അധികം കൊടുത്തിട്ടുണ്ട്. എനിക്കും അധികം തരണം. സാർ, ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അനുകൂലിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ നമ്മുടെ നിലമ്പൂർ MLA സംസാരം തുടങ്ങിയത്. പിന്നെ അതിൽ നയവുമില്ല, പ്രസംഗവുമില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് സമയം മുഴുവൻ ചെലവഴിച്ചത്. സമയം അതിക്രമിച്ചത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വന്യപിതാവായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ ഈ പ്രസ്ഥാനവുമായും ഇടതുപക്ഷ പ്രസ്ഥാനവുമായും ഒക്കെ യോജിച്ചൊക്കെ ഒരുമിച്ച് മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കഥയൊക്കെ അയാൾ മറന്നിരിക്കണം. മനസ്സിലായില്ലേ? അത് മകനെ അറിയില്ല എന്നർത്ഥം. 1980 അല്ലേ? അതെ, അദ്ദേഹം ലീഗിനെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോഴുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ തന്നെ നേതാക്കന്മാരായിരുന്ന മണിശങ്കർ അയ്യർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. കപിൽ സബിൽ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. പഴയ കോൺഗ്രസ് അല്ല, ആ കോൺഗ്രസൊക്കെ കഴിഞ്ഞിരിക്കണു. പൊന്നാനിക്കാര് പുതിയാപ്പളക്കുളയെ സംബന്ധിച്ച് പറയുന്ന മാതിരിയാണ്. പൊന്നാനിക്കാര് കല്യാണം കഴിക്കുന്ന 25 വയസ്സിൽ വാങ്ങിയ കൊട, അത് പുതിയാപ്പളക്കുട തന്നെയാണ്. 80 വയസ്സായ കാരണവരും ഇപ്പൊ പുറത്തേക്ക് വരുമ്പോ ഭാര്യയോട് പറയും ആ പുതിയാപ്പളക്കുട ഒന്ന് എടുക്കുന്നു. 60 കൊല്ലം കഴിഞ്ഞിരിക്കണു. ആ കൊടയുടെ കപ്പി മാറ്റിയിട്ടുണ്ട്, കൊടയുടെ കാല് മാറ്റിയിട്ടുണ്ട്, കൊടയുടെ ശീല മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടേ ആ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ്, പിടി മാറ്റി. പക്ഷെ മൂപ്പരുടെ സങ്കല്പം പുതിയാപ്പളക്കുട എന്നാ. അതുപോലെയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആ പഴയ കോൺഗ്രസിന്റെ മഹത്വം പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും ചോദ്യം ചെയ്യാനായിട്ടില്ല. ബാബറി മസ്ജിദ് തകർത്ത സംഭവം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ലേ? നിങ്ങളുടെ ബഹുമാന്യനായ വന്യപിതാവ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളില്ലേ, ഞങ്ങൾക്കറിയില്ലേ? അതിപ്പോ നമ്മൾ ചർച്ച ചെയ്യപ്പെടണോ? എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണെന്നില്ലേ? ഇടതുപക്ഷ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നയ സമീപനങ്ങൾ പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ പരിഹരിക്കും. അതിനൊക്കെ തന്നെയുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നയപ്രഖ്യാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പൊതുയോഗം ആരംഭിക്കാൻ പോവുകയാണെന്ന്. ആ പൊതുയോഗം ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണമാണല്ലോ എറണാകുളത്ത് കുന്നത്തുകാവിൽ കണ്ടത്. അതേ രൂപത്തിലുള്ള യോഗം ആരംഭിക്കാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? പട്ടികജാതി കോളനിയിലെ പാവപ്പെട്ട മനുഷ്യരെ അടിച്ച് തകർത്ത് തലപൊട്ടിച്ച് ഒരു നിലപാട് സ്വീകരിച്ച ആ പൊതുയോഗ പരിപാടി പാരിയത്തുകാവ് ഇല്ലേ? അതല്ലേ നിങ്ങളുടെ പദ്ധതി? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഉള്ള പദ്ധതിയാണ് നമ്മുടെ ലൈഫ് പദ്ധതി. അതിനെ സംബന്ധിച്ച് ഇതിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിഫ്ബിയെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നെല്ലുൽപാദകർക്ക് ബോണസ്, അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് മെച്ചപ്പെട്ട വില ഈ കേരളത്തിൽ കൊടുക്കുന്നില്ലേ? അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലർ ഉണ്ട്, ഇത്രയധികം വില കൊടുത്തുകൂടാന്ന് അല്ലേ? ആ വില കൊടുത്തുകൂടാന്ന് പറഞ്ഞ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ വില കൊടുക്കണമെന്നാ കൊടുക്കണ്ടെന്നാ കൂടുതൽ കൊടുക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിന് നിങ്ങളെ പ്രകടന നയപ്രഖ്യാപനത്തിൽ പറയണ്ടേ? അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി, അതിനെ സംബന്ധിച്ച് എന്താ തൊഴിലുറപ്പ് പദ്ധതി? അകത്താണോ പുറത്താണോ?
കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്താ? നേരത്തെ 40% സംസ്ഥാനവും 60% കേന്ദ്രവുമായിരുന്നു. അത് കുറച്ച് വന്ന് ഇപ്പോൾ 60% നമ്മളും 40% അവരാണ്. അതിൻ്റെ പേരെന്താന്ന് പറഞ്ഞെങ്കിൽ ഒരു ദിവസം വേണം, പേര് മാറ്റിയിട്ടുണ്ട് അല്ലേ? ആ തൊഴിലുറപ്പ് പദ്ധതി ലക്ഷക്കണക്കായ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ്? അത് പറയണ്ടേ നിങ്ങൾ? അതുപോലെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയുന്നതിൽ സമയമില്ല. ഇവിടെ നമ്മൾ നയപ്രഖ്യാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നയവും പ്രഖ്യാപനവും വേണം അല്ലേ? റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? റബ്ബർ കൃഷിക്കാർ എത്ര രൂപ കൊടുക്കും? താങ്ങുവില വർദ്ധിപ്പിക്കുമോ? നേരത്തെ 200 രൂപ കൊടുത്തിട്ട് നമ്മൾ റബ്ബർ ഏറ്റെടുക്കുന്നുണ്ട്. ആ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരായ നിലപാടല്ലേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? അവർക്ക് ഇത്രയും സംഖ്യ കൊടുക്കാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? ആരെയും MRF കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ കൃഷിക്കാരുടെയും നെൽകൃഷിക്കാരുടെയും മറ്റ് കൃഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം പട്ടണം BJP-ക്കാരുടെ മുദ്രാവാക്യം മാറാത്തത് മുഴുവൻ മാറുന്നതാണ് അല്ലേ? മാറാത്തത് മുഴുവൻ മാറി നാറാത്തത് മുഴുവൻ നാറി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതുപോലത്തെ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാട്, അവഗണന, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം ഉണ്ടാതെ നിങ്ങൾ കേരളത്തെ ആകെ സ്വർഗമാക്കി മാറ്റും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പഴയ കാലത്തെ കാര്യമൊന്നും പറയില്ല. ബഹുമാന്യനായ ആൻ്റണി അദ്ദേഹം പദ്ധതി കൊണ്ടുവന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി വയറ് മുറുക്കിയെടുക്കണമെന്നാണ് അല്ലേ? മുണ്ട് മുറുക്കിയെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വന്നിട്ട് അതിവേഗം ബഹുദൂരം അല്ലേ? അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ നവയുഗ പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നതാണ്. ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത് ബലറാം പറഞ്ഞത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇതൊക്കെ തീരുമാനിച്ച് പെൻഷൻ കൂടുതൽ കൊടുക്കുന്നു. 16-ലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിന് തീരുമാനം എന്താ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കുടിശ്ശിക വരുത്തിയ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്ത് 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പദ്ധതിയിൽ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിനൊക്കെ എവിടുന്ന് പണം സമാഹരിക്കും, എവിടുന്ന് പണം കണ്ടെത്തും, അതിനെ സംബന്ധിച്ച് വല്ല പ്രപ്പോസൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പൂച്ചപ്പറ്റി കിടക്കുന്ന ഖജനാവാന്നാണ് പറഞ്ഞത്. അത്രത്തോളം പറയേണ്ടിയിരുന്നില്ല എന്നർത്ഥം അല്ലേ? ഈ ഗവൺമെൻറ് മാറി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അവിടെ പണം ഉണ്ടായതുകൊണ്ടല്ലേ അത് കൊടുക്കുന്നത്. ആ പണം ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുമോ? അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള സ്രോതസ് എന്താണെന്ന് പറയണ്ടേ? ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ അടിയന്തര പ്രമേയം പാസ്സാക്കിയില്ലേ? മാർക്കറ്റിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിലക്കയറ്റം പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സബ്സിഡികൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സൗജന്യ യാത്ര, അതൊക്കെ നല്ല കാര്യം തന്നെ. നടക്കണ്ടേ കാര്യങ്ങൾ? പറഞ്ഞു പോകാൻ എളുപ്പമാണ്, നടപ്പാക്കണ്ടേ? നടപ്പാക്കാൻ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? നിങ്ങളിപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു കാലത്ത് കേട്ടതല്ലേ ഗരീബി ഹടാവോ, ബേക്കാരി ഹടാവോ ഇല്ലേ? അതുപോലെ തന്നെ ഓരോ വീട്ടിലും ഒരാൾക്ക് ജോലി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴാണ് പറയുന്നത് ഈ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. പ്രഖ്യാപനം ഇലക്ഷൻ കാലത്ത് പലതൊക്കെ പറയുമ്പോൾ പക്ഷെ നടപ്പാക്കാനുള്ള, പക്ഷേ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാനുള്ളതായിരുന്നു. അത് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള മാർഗങ്ങളും ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ പെരുന്നാൾ വന്ന് ആളുകൾക്കില്ലേ 10 കൊല്ലത്തിലിടക്ക് പെരുന്നാളിന് പെൻഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയാണ്. അതൊന്നും ഇപ്പോൾ എവിടെയും മനോരമയും മാതൃഭൂമിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി ചിരിക്കണ ആളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് ആളുകൾ പണ്ടാരോ പറഞ്ഞ മാതിരി പത്തിരി ചുട്ട് അട്ടത്ത് വെച്ചാൽ പൈപ്പ് മാറുമോ പടച്ചോനെ എന്നാണ് കുട്ടി ചോദിച്ചത്. നന്നായി ചിരിച്ചിട്ടും അതുപോലെ തന്നെ ഷൈൻ ചെയ്തു പോയാലും ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഈ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി മര്യാദക്കിരുന്നോളം പിടിച്ച് ഞാൻ പുറത്താക്കുന്നു. പത്രക്കാരുടെ യോഗത്തിലെ മര്യാദക്കിരുന്നോളം അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും. അതല്ലേ? അത് എവിടെയെങ്കിലും ചർച്ച ചെയ്തോ? എന്താ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ കാര്യങ്ങൾ പത്ര റിപ്പോർട്ടർമാരോടാ പറഞ്ഞത്. നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണം എന്നല്ല, നിങ്ങൾ അടങ്ങിയിരിക്കണം.
അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും. അവസാനിപ്പിക്കണം. സമയം അല്ലല്ല, അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഞാനതാ പറഞ്ഞു, സതീശൻ എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന് യാതൊരു ആക്ഷേപമില്ല. പിണറായി വിജയൻ പറഞ്ഞാൽ കടക്ക് പറഞ്ഞു അല്ലേ? ഇവിടെ ചർച്ച ചെയ്തില്ല ഞങ്ങൾ. അതന്നല്ലേ VD സതീശനും പറഞ്ഞത്. അതിന്റെ വീഡിയോ അല്ലേ, വീഡിയോ ഇട്ടുന്നില്ലേ? മര്യാദയ്ക്ക് ഇരുന്നോളണം, അല്ലെങ്കിൽ പിടിച്ച് പുറത്തോളും. ഞാൻ പറഞ്ഞു ഈ ഭാഷകളെ സംബന്ധിച്ചാണ്. അത് ഇടതുപക്ഷക്കാർ പറഞ്ഞാൽ അതൊക്കെ മോശമാണ്, പറയാൻ പാടില്ല. വലതുപക്ഷക്കാർ പറഞ്ഞാലൊക്കെ കേമ. അപ്പൊ ആ നിലയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷക്കാർ തെരഞ്ഞെടുപ്പിൽ അല്പം സീറ്റ് വോട്ട് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്.